നേരായിട്ട് ഒരാൾ ഇവിടെ സ്റ്റേജിന് പുറകിൽ നിന്ന് അവസരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സുനിലേട്ടൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കൊരു അവസരം കൊടുത്താലോ? കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ, കുറെ നേരമായിട്ട് നമ്മുടെ സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്ന ആ വ്യക്തിയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം ക്ലിഞ്ചോം തത്ത. നമസ്കാരം. എന്താ പേര്? നമസ്കാരം. 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 പേരെന്താണ്? സുമേഷ് ജനാർദ്ദനൻ. സുമേഷ് ജനാർദ്ദനൻ. സുമേഷ് ഇന്ന് ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ സുനന്ദിന്റെ ടീച്ചറിന്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. സുനന്ദിന്റെ എന്താ പശുവാണോ? അല്ല, ടീച്ചർ സംഗീതം ടീച്ചർ സംഗീതം പഠിപ്പിക്കുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞത് പഠിച്ച നല്ലൊരു കീർത്തനത്തോടു കൂടി തുടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ലതാ. കീർത്തനത്തോടു കൂടി, ഒരു അനുഗ്രഹത്തോടു കൂടി, അതൊരു ഒരു അനുഗ്രഹമുള്ള കാര്യമാണ്. തുടങ്ങാം. കീർത്തനത്തോടു കൂടി തുടങ്ങാം. ലലാട ഫലകി ഫ്രൂട്ട് സലാഡേ വിക്രാംദേന കൊച്ചിൻ ചിപ്യാടേ ഹിന്ദോള രാഗങ്ങൾ നിർമ്മലമാക്കിയ ഹരിലാലേ ശ്രീ രജുലാലേ ഡോറയ്ക്കും ബെൻഡനും ചോട്ടാ ഭീമിനും ഡിങ്കന്റെ ആത്മപ്രണാമം. കസ്റ്റംസ് ഓഫീസറേ, സപ്ലൈ ഓഫീസറേ. ഒരു ഡിങ്കന്റെ പ്രണാമം. എടാ, ഇത്രയും വലിയൊരു പ്രസ്താവന നടക്കുന്നത് ഇന്ത്യ വന്നിട്ടുണ്ടോ തന്റെ ഡിങ്കന്റെ പാട്ട്? ഡിങ്കനെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഡിങ്കനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സെക്കൻഡ് വരെ നിന്റെ ഈ പാട്ടോട് കൂടി ഡിങ്കനൊക്കെ ഞാൻ വെറുത്തുപോയി. അതൊക്കെ പോട്ടെ സുമേഷ്, വീട്ടിലിറക്കിയിട്ട്? വീട്ടിൽ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ 2 കുട്ടികൾ. ഒന്ന് നടക്കുന്നു, ഒന്ന് എഴുതുന്നു. എന്താ പാപ്പാണോ? അല്ല, കുഞ്ഞു കൊച്ചു 6 മാസം പ്രായമായിട്ടുള്ളൂ. അതല്ലേ? അങ്ങനെ സുമേഷ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ പാട്ട് പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഫിഷറീസിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്തു, അതിന്റെ ഒപ്പം തന്നെ പാട്ട് പഠിക്കാനുള്ള പൈസ കിട്ടുന്നു. നല്ലൊരു കൈയ്യടി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഫിഷറീസിൽ എന്ത് ചെയ്യുന്നു? ഫിഷറീസിൽ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് 2 വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തെ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലെത്തിട്ടുണക്കി ചെട്ടിയോത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ രാവിലെ കിട്ടും. മീൻപിടുത്തം എന്ന് പറയാന്നല്ല, മീൻപിടുത്തം തന്നെ. അതൊക്കെ പോട്ടെ. തന്റെ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യാലും നല്ല ശമ്പളമൊക്കെ ഉണ്ടാവുമല്ലോ അച്ഛൻ ഷിപ്പിൽ എന്നൊക്കെ പറയുന്ന സമയത്ത്. ഷിപ്പിൽ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലെത്തിട്ടുണക്കി പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും 350 രാവിലെ തന്നെ. കൊതുമ്പ് വെള്ളം എടുത്ത് പോവുക, എന്നിട്ട് ചൂണ്ടിട്ട് മീനിനെ പിടിക്കുക. ഇല്ലേ എന്ന് പറയാന്നല്ല, അത് തന്നെ. പിന്നെ ചേട്ടൻ ഗൾഫിലാ. ചേട്ടൻ ഒരുത്തൻ ഗൾഫിലുള്ളതുകൊണ്ട് എനിക്കും അച്ഛനൊക്കെ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. അവിടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അറബിയുടെ കൂടെ എന്ത് ചെയ്യുന്നു? അറബിയുടെ കൂടെ അവിടെ കടലിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പിടിച്ച് മണലാരണ്യത്തിലിട്ട് ഉണക്കി ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 ദിർഹം കിട്ടും രാവിലെ തന്നെ. ഞാൻ ദീർഘം പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കൊഞ്ഞ പൊട്ടിച്ച് വിട്ടിട്ട് ഞാൻ ഉരച്ചിട്ട് ഞാൻ ദുബായിലേക്ക് കണ്ടെയ്നറിൽ കെട്ടി അയക്കും. മനസ്സിലായില്ലേ? വേറെ നമുക്ക് പിന്നെ ഇത്തവണത്തെ സ്റ്റേറ്റ് കലോത്സവം ഇല്ലേ, അതിൽ ലളിതഗാനത്തിന് എനിക്കായിരുന്നു A ഗ്രേഡ്. അയ്യോ, ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് കലോത്സവത്തില് ഞാൻ ഫസ്റ്റ് അടിച്ചു. ഇദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കുക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഫസ്റ്റ് അടിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിത കലാകാരൻ. ഞാനൊക്കെ ജില്ലയിൽ പോയിട്ട് സബ് ജില്ലയിൽ എത്തുന്നതിന്റെ മുന്നേ പൊട്ടിപ്പോ എന്റെ ഇഷ്ടം. ചേട്ടൻ ലളിതഗാനായിരുന്നോ? അല്ല, ഞാൻ മിമിക്രി ആയിരുന്നു. മിമിക്രി ചെയ്യുന്നല്ലേ? പിന്നെ മിമിക്രിയിൽ ഞാൻ കഥ പറയും. കഥ പറച്ചിലിനാണ് ഫസ്റ്റ്? അതെ അതെ. അല്ല, കഥ പറയുമ്പോൾ തന്നെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞാല് മമ്മൂട്ടി ആയിരിക്കും അല്ലേ? മമ്മൂട്ടി അല്ല, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ആണോ? അത് പറയാം. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടാവൂലേ? എന്നെ സംബന്ധിച്ച് എനിക്കും അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. കുറ്റിപ്പുറം പാലത്തിനടുത്തുള്ള ഒരു അംസക്കുഞ്ഞ്. അങ്ങനെ ഞാൻ ഈ പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല കേട്ടോ.
അങ്ങനെ ഒരു ദിവസം ഹംസക്കുഞ്ഞ് കുറെ പൈസയായിട്ട് ഞാൻ MSFന്റെ സംസ്ഥാന സമ്മേളനത്തിന് പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഹംസക്കുഞ്ഞെ കയ്യിൽ? അല്ല, അത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ. മനുഷ്യൻ്റെ ഒരു മനസ്സ് മനസ്സിലാക്കണം, ഒരു ലോജിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, കടകളൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടുകാരുടെ ഹംസക്കുഞ്ഞ്? ഓൻ പറഞ്ഞത്, എന്നെങ്കിലും ഇനി കളിച്ചൊരു മന്ത്രിയാവും, അന്ന് വീട്ടിയാ മതി. എന്തിനാണോ കരയുന്നത്? ഞാൻ പെട്ടെന്ന് മമ്മൂട്ടിനെ ഓർത്തു പോയി. അല്ലാണ്ട് എൻ്റെ ഇത് കണ്ടിട്ടല്ല, അല്ല കൂടെ നിൽക്കുന്ന ഒരുത്തൻ്റെ കളി കണ്ടിട്ടല്ല, എനിക്ക് മമ്മൂട്ടിനെ കണ്ടിട്ട. അല്ല, വേറെ എന്തായിട്ട് അവിടെ ലളിതഗാനത്തിന് ഫസ്റ്റ് അത് വേണമെങ്കിൽ ഇവിടെ പാടാം. ലളിതഗാനത്തിനോ? ആ ലളിതഗാനം രണ്ടുപേരും ഞാൻ പാടും. ഓഹോ, അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ലളിതഗാനം നമുക്ക് വേണ്ടി ഇവിടെ പാടുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ആ, സ്വരസുതരാജിത നിലകളെ വിക്രീളിത ശോഷിത സമിത അഷ്ടസ്ത്രിതാപ്രിതന്തം ദിഷ്ടത മാത്രയെ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞു പ്ലിഞ്ഞു സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. എന്താ തത്തയും തത്തമ്മയും തത്തക്കുട്ടിന്റെ ചുണ്ടു പിടിച്ചാൽ നിലത്ത് പിടിച്ചു വെച്ചാൽ കേൾക്കല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമാറ്റിക് ഡാൻസ് ആണ് എന്റെ സൂപ്പർ. ശരിക്കും? ആ, പക്ഷെ അത് യുവജനോത്സവ വേദിയിൽ മത്സരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. എന്റെ പൊന്നു, വേദി കിട്ടാത്തതുകൊണ്ട് എനിക്ക്. വേദി ഞങ്ങൾ ഇവിടെ തരും. ഈ ഫെസ്റ്റിൽ നിനക്ക് വേദി ഞങ്ങൾ തരും. ഇവിടെ ഡാൻസ് കളിച്ചാരാണ്? പ്രവീണിന്റെ ടീമാണോ? പ്രവീണിന്റെ ടീമല്ല, സരയൊക്കെ പോലത്തെ സരയുന്റെ ഒക്കെ ശിഷ്യന്മാരല്ലോ ഇവിടെ കളിക്കും. സരയോ ആയാലും ആരായാലും അവർ കരയും എന്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ. കരയോ? എങ്ങനെ കരയണ്ടോ ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ ശരിക്കും നിങ്ങൾ ഈ ഡാൻസ് കളിച്ചല്ലേ കളം പിടിക്കേണ്ട? ഡാൻസ് പൊളിക്കാം, അത് നല്ല അടിപൊളിയാണ്. ചെയ്യോ? സൂപ്പറായിട്ട് ശരിക്കും ചെയ്യും. ഞാൻ എന്താ ചെയ്ത് തരേണ്ട? പാട്ട് വേണോ? അല്ല, പാട്ട് ഞാൻ തന്നെ എഴുതുന്ന പാട്ട്, മറ്റുള്ളവർ പാട്ട് എടുക്കാറില്ലേ? സ്വന്തം പരിപാടികളാണ്, സ്വന്തം പാട്ട് ഞാൻ കളിക്കും. അപ്പം സ്വന്തം പാട്ടിന് അദ്ദേഹം ഡാൻസ് കളിക്കുകയാണ്. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം, കാരണം എല്ലാം സ്വന്തമായിട്ടാണ് മൂപ്പര് പരിപാടി. ആ, ഓക്കെ, കൈയടിച്ചോളൂ. പുഷ്പൻ ചേട്ടന്റെ മോന രാവിലെ രണ്ടു ചെറുതേലും വേണം. ഇതു പതിവായി തുടരുന്ന ശീലം മാറ്റിടാ വീട്ടുകാരേറെ നോക്കി. ആശുപത്രി കൊണ്ടാക്കി, ധ്യാനത്തിൽ പോയി നോക്കി, അവരെല്ലാം കുടിയന്മാരാക്കി മാറ്റി. രഘുവിന്റെ ലിവറും മാറ്റി. ഹേയ്, സമാധാനായില്ലേ? എന്തിനാണോ വയ്യാത്ത പയ്യ കയ്യാല കയറാൻ വേണ്ടി പോയത്? ഇനി താഴ്പിടുന്ന് അങ്ങനെ പോകും. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണില്ലേ, എൻ്റെ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അവളെ പേര് ഇന്ദു. അവളൊന്ന് വിളിക്കാം, അവള് കൊണ്ടുപോക്കോളൂ. ഇയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഇന്ദു എന്ന് പറഞ്ഞ പെണ്ണി കൂട്ടത്തിലെങ്ങാണ്ട് ഒന്ന് കയറി വരണോ? ഇനിയും ഇവിടെ കിടന്ന് ഇതിനെ ചീക്കണ്ട, ഒന്ന് എടുത്തു കൊണ്ടുപോകണോ? ഇന്ദു ഇവിടെ ഉണ്ടോ? ഇന്ദു ഇന്ദുവും ബിന്ദു ഒന്നും ഇല്ല മോനെ. എൻ്റെ ഈ കോപ്രായം കണ്ടോളൊക്കെ കൊള്ളാവുന്നതായിരുന്നു, ഒരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. എണീറ്റ് പോറേ. ഞാൻ പോണെങ്കിൽ എൻ്റെ മ്യൂസിക് വന്ന് മ്യൂസിക് കൊടുക്കണോ?